ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ആസിഫ് അലി നായകനായി എത്തിയ രേഖാചിത്രം കളം നിറഞ്ഞാടിക്കൊണ്ട് ഇന്ന് 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസവും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസാണ് വന്നതെങ്കിൽ ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വരുന്നത്. ഇതിനോടകം തന്നെ സിനിമ 6 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം വേൾഡ് വൈഡായിട്ട് 33,96,00,000 രൂപയോളമാണ്. അത് കേരളത്തിൽ നിന്ന് മാത്രമായി 14,33,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,41,00,000 രൂപയും ഓവർസീസിൽ നിന്ന് $1.87 മില്യൺ, അതായത് 16.22 കോടി എന്നുള്ളതാണ് വിശ്വസനീയമായ ട്രാക്കറിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നത്തെ കേരള കളക്ഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ 761ഓളം ഷോകളിൽ നിന്ന് 47,000 പേരാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. 22% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. ഇന്നലെ ഇതേ സമയം 1,12,40,000 രൂപയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു ഇടിവ് ഇന്നുണ്ട്. വർക്കിംഗ് ഡേ ആണ്, മിഡ് വർക്കിംഗ് ഡേ എന്ന് തന്നെ നമുക്ക് കൂട്ടാം. എന്നിരുന്നാലും എന്ന് പ്രതീക്ഷിക്കുന്ന 1,10,00,000 രൂപയോളം, അതായത് ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ ഫൈനലായിട്ട് ഗ്രോസ് വരാനുള്ള ചാൻസ് 1,30,00,000 തൊട്ട് 1,40,00,000 രൂപ വരെയാണ്. ഇന്നലെ സിനിമയ്ക്ക് 1,70,00,000 രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് വന്നത്. ഇന്നലെ ഫൈനലായി ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 926 ഷോകളിൽ നിന്ന് 1,45,22,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെയും സിനിമയ്ക്ക് 3.5 കോടിയോളമാണ് കളക്ഷൻ വന്നത്. ഇന്നും സമാനമായ രീതിയിൽ 3 കോടിയോളം ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്ന ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 33,96,00,000 നിന്ന് 3 കോടിയും കൂടെ കൂടുമ്പോൾ നമുക്ക് 37 കോടിയിലേക്ക് എത്താം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കാണുന്നു. അതായത് വരുന്ന ദിവസം സിനിമ 40 കോടിയും ഈ വരുന്ന വീക്കെൻഡോടെ 50 കോടിയും തികയ്ക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ്. മികച്ച റെസ്പോൺസോട് കൂടി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാക്ട് സിനിമയെ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നു. ഒരുപാട് ആരാധകരാണ് ആ ഒരൊറ്റ മമ്മൂട്ടി ചേട്ടൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ ലിവറേജ് കാണുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അടുപ്പിച്ചുള്ള മികച്ച 2 സിനിമകളായി മാറുന്നു. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമകളിലേക്ക് എത്തുകയാണ്. തുടർച്ചയായിട്ട് ആസിഫ് അലിക്ക് 50 കോടിയിലേക്ക് എത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.